Hello, trunk booking. This is 345426. I have booked a call to Bombay. Ticket number V6. Can you tell me the position? 12ാമത്തെ കോളോ? 1 മണിക്കൂർ എടുക്കുന്നോ? ഉത്തമ, നിങ്ങൾ പോയിക്കോ. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുക. കിട്ടാൻ അല്പം വൈകും. ഓഫീസ് ഞാൻ പൂട്ടിക്കോളാം. നീ രാവിലെ വീട്ടിൽ വന്ന് താക്കോല് വാങ്ങിച്ചോ. ശരി സാർ. ആ, ഹലോ, എയർപോർട്ട് എൻക്വയറി ആണോ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിൽ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ അത്ര അത്യാവശ്യം? എനിക്ക് പറയാം. നമ്മുടെ ബഷീർ എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എത്ര വിശ്വാസം പോരാ. ഡാ നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ സംഭവം നിന്റെ കുരുട്ട് ബുദ്ധി ഉദിച്ചതാണെന്ന്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചെന്നേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോടാ. നിന്റെ അത്ര ഇല്ലെങ്കിലും അല്പം തലച്ചോറ് എനിക്കുമുണ്ട്. KRF 3577 അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ കാറ് വാർഫി കിടക്കുന്നതേ ഞാൻ കണ്ടു. അതുകൊണ്ട് നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ജലിയണ്ട. ആ ശരി, സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ നീ ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അവനെ കാണാനെന്നും പറഞ്ഞ് 1-2 പേരൊന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. ഒന്നൊരു മുസ്ലിം സംഘടനക്കാരൻ. അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഫ്രോഡാണെന്ന്. അവനെ വിരട്ടി ഓടിച്ചു. പിന്നെ വന്നത് ഒരു സാമിയ. ഇയാളെന്തിനാ ബഷീറിനെ കാണാൻ വന്നത്? അത് പറയാൻ തുടങ്ങിയപ്പോഴാ ജാഥക്കാര് ബസ്സിന് തീവച്ചെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സാമി ഒന്ന് കാണണം. ഹലോ, അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള ഹിയർ. സാമി ഉണ്ടോ അവിടെ? ഓ, താങ്ക് യു. അയാൾ ഓഫീസിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. ലൈറ്റില്ല. ഇവിടെ സാമി, സാമി, സാമി. He's dead. Oh my God. എന്താ വേണ്ടത്? നീ പോയിക്കോ. അപ്പൊ നീയോ? ഞാൻ ഈ മർഡർ റിപ്പോർട്ട് ചെയ്യട്ടെ. രാജു, ബഷീറിന്റെ പ്രശ്നം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ്. അയാളെ കാണാൻ വന്നയാൾക്ക് ഈ ഗതിയാണെങ്കിൽ ബഷീറിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാമോ രഹസ്യങ്ങളുണ്ട്. കപ്പലിൽ വെച്ച് ബഷീറിനെ കൊല്ലാനുള്ള ശ്രമം, ഇപ്പൊ ഇതും. there is some mystery behind him. രാജു, എന്ത് പ്രഷർ ഉണ്ടായാലും നീ ബഷീറിനെ വിട്ടുകൊടുക്കരുത്. ഐ നോ ഇറ്റ്. ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. മറ്റന്നാൾ അവനെ കോടതിയിൽ ഹാജരാക്കുന്നവരെ ആരെത്ര ശ്രമിച്ചാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഗുഡ് നൈറ്റ്. ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റമാ സാറേ ആ എസ്ഐയുടേത്. അയാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. വരുന്നവർക്കൊക്കെ ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളികളെ കാണിച്ചു കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞാൽ നടക്കില്ലേ? ദാറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. വില്യംസേ, പഴയ കാലമൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് നിയമം അറിയാം. താൻ എനിക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അനുസരിക്കും. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. സാറിന് അയാളെ നിർബന്ധിച്ചുകൂടെ? ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളി ഇറക്കി വിടാനും. താൻ എന്ത് വിവരക്കേടാടോ ഈ പറയുന്നത്? കംപ്ലൈന്റിന്റെ പേരിൽ FIR എഴുതി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ വിടും? അല്ല സാർ, ഈ അറസ്റ്റ് നാളെ ആ SIക്ക് തന്നെ ഉപദ്രവമാവുമെങ്കിലോ? അതുകൊണ്ട് അയാളുടെ ജോലി പോകുമെങ്കിലോ? എങ്ങനെ?
പാകിസ്ഥാൻ ചാർന്നാണെന്നുള്ള സംശയത്തിന്റെ പേരിൽ ബഷീറിനെ ഒരിക്കലും കരക്കിറക്കിക്കൂടാ എന്ന് മന്ത്രി പറഞ്ഞതിന്റെ പേരില കളക്ടർ ഇന്റർവ്യൂ മോഡൽ ക്യാൻസൽ ചെയ്തത്. അയാളെ ഇറക്കിയേ ഇറങ്ങൂ എന്നുള്ള വാശിയിൽ ചിലർ നടത്തിയ നാടകത്തിന്റെ ഭാഗമാ ഈ അക്രമവും ബഹളവും അറസ്റ്റും. സാർ ആ ബഷീറിനെ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരുത്തിനും വിശ്വസിക്കില്ല അവൻ തല്ലിനും വഴക്കിനും മുതിർന്നതാണെന്ന് പറഞ്ഞാൽ. സാർ ഇതൊക്കെ പറഞ്ഞ് ആ SI ഒന്ന് വരട്ടിക്ക്. അവൻ വന്ന് സാറിന്റെ കാല് പിടിക്കും, ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞ് ആ കപ്പൽ സ്ഥലം വിട്ട് കഴിഞ്ഞു. ആ കപ്പലിൽ അങ്ങനെ ഒരു അക്രമം നടന്നിട്ടില്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല, ഈ പേരിൽ ഒരാളെ കസ്റ്റഡിയിലും ഇല്ല. സാർ ആ SIക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ധൈര്യമായിട്ട് ചെയ്യണം സാർ. ഞാനൊരു അബദ്ധം കാണിച്ചത്. വേലിയെ കിടന്ന പാമ്പിനെ എടുത്ത് വെറുതെ ആ വക്കീലിനെ പിരികേറ്റിയല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, സാറ് ഫോൺ ചെയ്യേ. ഹലോ, ഹാർബർ പോലീസ് സ്റ്റേഷൻ, ഞാൻ കമ്മീഷണർ. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്ത് പറ്റി സാർ? എടുക്കുമ്പോ തന്നെ ഡിസ്കണക്ട് ആയി പോകുന്നു. നമുക്ക് അവിടെ വരെ പോവാം. വാ സാറേ. താൻ പൊക്കോ, ഞാൻ വന്നേക്കാം. ഇവിടെ എന്താ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല സാർ, റിങ് ചെയ്യും, എടുത്താൽ ഉടനെ ഡിസ്കണക്ട് ആവും. താനിങ് വന്നേ. മിസ്റ്റർ രാജേന്ദ്രൻ. സാർ, You see, this is a very serious affair. സോറി സാർ, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. സാറിന് നിർബന്ധമാണെങ്കിൽ റിട്ടേണായി എഴുതി തന്നാൽ ഞാൻ വിടാം, അല്ലാതെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല സാർ. ഐ ആം സോറി. സാർ, വില്യം സാർ അല്ലേ? അതെ. ഞാൻ ബാപ്പുട്ടി. സാർ ഓർക്കുന്നില്ലേ? ആ, നീ എന്താ ഇവിടെ? ബഷീറിന്റെ ഒരു ഫോട്ടോ പത്രത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അത് അന്വേഷിച്ചു വന്നതാ. ബഷീർ ഈ സ്റ്റേഷനിൽ. ഞങ്ങൾ അവനെ അന്വേഷിച്ചു വന്നതാ. അവൻ ഈ സ്റ്റേഷനിലല്ല, അങ്ങ് ടൗൺ സ്റ്റേഷനില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുക. നീ വരുന്നോ? എന്നാ കയറിക്കോ. ബഷീർ, നീ വന്നേ. വാ. നീ ഭക്ഷണം കഴിച്ചോ? നീ ആരാ ബഷീറെ? നിന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളാ ഉള്ളത്? ആർക്കൊക്കെയാ നിന്നെ വേണ്ടത്? ഒരു മുസ്ലിം സഹോദരൻ നിന്നെ തേടി വന്നു.
അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. വേറൊരാൾ വന്നു, പിന്നെ കണ്ടത് അയാളുടെ ശവമാണ്. നിന്നെ ചൊല്ലി ഇനി ഇവിടെ എത്ര മരണം നടക്കും? നീ കാരണം എന്റെ തൊപ്പി പോവുമോ ബഷീറെ? പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആഹാ, വാ വാ. വില്യംസോ? ഞായറാഴ്ചയല്ലേ, തിരുത കിട്ടുമോ നേലിക്കുട്ടി അന്വേഷിച്ചതേ ഉള്ളൂ. നേലിക്കുട്ടിയെ, ആ വന്നിരിക്കുന്നു വില്യംസ്. വാ, വാ, ഇരിക്ക്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാം, മിനിയാന്ന് രാത്രിയെ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഇന്നലെ, ഇല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരുമെന്നറിയാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. നാളെയാണല്ലോ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ബഷീറിന് ജാമ്യം കിട്ടരുത്. എന്റെ ഊഹം ശരിയല്ലേ? അതെ, ഒരു കാരണവശാലും ബഷീറിന് ജാമ്യം കിട്ടരുത്. വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറഞ്ഞേനെ. അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള അവന് വേണ്ടി അപ്പിയർ ചെയ്താൽ കുഴയും. ഞാനും നിയമം തന്നെയാ പഠിച്ചത്. എങ്കിലും പറയുക, അയാളുടെ ചില പോയിന്റ്സ് കേട്ട് ആരും അന്തം വിട്ടു. കൂടാതെ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വിധം ഗൗരവമുള്ള ചാർജൊന്നും പ്രതിയുടെ പേരിൽ ഇല്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ലെങ്കിൽ വേണ്ട. ബഷീറിന്റെ പക്കൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് കോടതി എങ്ങനെ ജാമ്യം അനുവദിക്കും? വില്യംസിന് ബിസിനസ് അറിയാം, നിയമം അറിയത്തില്ല. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഈ കേസുമായി ക്ലബ് ചെയ്യാൻ മജിസ്ട്രേറ്റ് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റായി വേണമെങ്കിൽ വാദിക്കാമെന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴിയുണ്ട്. ഭാസ്കരപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പാർവത്തച്ച. ഭാസ്കരപിള്ള എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കാശിനെ ഉദ്ദേശിച്ചല്ല. വേറെ ഉണ്ടല്ലോ പ്രയോഗങ്ങൾ. ഭാസ്കരപിള്ള കോടതിയിൽ എത്താതിരുന്നാ മതി, നമ്മൾ ജയിച്ചു. വേറെ ആരെങ്കിലും ഹാജരായാലോ? അയക്ക് ജൂനിയേഴ്സ് അല്ലേ? വേറെ ആര് വേണോ ഹാജരായിക്കോട്ടെ, എനിക്ക് പേടിയില്ല. അവർക്ക് വേണ്ട വകുപ്പൊക്കെ എനിക്കറിയാം. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. വില്യംസേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് വീട്ടിലേക്ക് വരും. ആ പറ്റിക്കുറച്ച് ബാക്കിയുണ്ടല്ലോ. അത് കടം വാങ്ങിച്ചതല്ലയോ? ഇത് വേറെ കണക്ക്. ഞാൻ അല്ലെങ്കിലും മാനേജരോട് പറഞ്ഞേക്കാം. കെട്ടിവെച്ച് കൊല്ലേണ്ട കേസുകളാ. എത്ര കിട്ടിയാലും ആർത്തി തീരിയില്ല. ഭക്തി കുറയത്തില്ലായിരിക്കും. എന്താ സാർ ടൈപ്പ് ചെയ്യുന്നത്? ബഷീറിന്റെ മെയിൽ ആപ്ലിക്കേഷൻ നാളെ മൂവ് ചെയ്യണ്ടേ? ഞാൻ ടൈപ്പ് ചെയ്യാം സാർ. വേണ്ടെന്നേ. സാരമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാ ടൈപ്പ് ചെയ്യ്, ഞാൻ പോയി കാപ്പി പിടിച്ചിട്ട് വരാം. ഹലോ. ഹലോ, ഗീതയാണോ? ഞായറാഴ്ചയാണെങ്കിലും സീനന്റെ വീട്ടിൽ തന്നെയാണല്ലേ? വക്കീൽ പണി മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല കൃഷിയുണ്ടോ? താങ്ക് യു. എസ് ഐ എവിടെ പോയി? മെയിൻ റോഡിലുള്ള പാലത്തിനടുത്ത് ഒരു ഡെഡ് ബോഡി ആരോ കണ്ടെന്നു, അത് അന്വേഷിക്കാൻ പോയിരിക്കുക. ഞാൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ശരി സാർ. ആംഗിൾ ഇതില്ലേ? കേസ് നന്നായിട്ട് കിട്ടണം. ഓക്കെ, യു വെയിറ്റ് ഹിയർ. സർ.
ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ആരാ മരിച്ചത്? ആ അറിയില്ല, ഊരും പേരും അറിയാത്തൊരാൾ. ആ പിന്നെ ദാ, അവന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇത് ബഷീറിനെ കുറിച്ചുള്ള ന്യൂസ് വന്ന പേപ്പർ കട്ടിംഗ് ആണല്ലോ. ഇവനും ബഷീറിനെ തേടി എത്തിയതായിരിക്കണം. പക്ഷേ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ